ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിലെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ലാംഗ്വേജ് എക്സാമിന് ഇനി 2 ദിവസം കൂടിയുള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് കൂടുതൽ ചോദിക്കുന്നുണ്ട്, എന്താ ലാംഗ്വേജിൻ്റെ ലൈവ് തരാത്തതെന്ന്. ഒരു പേടിയും പേടിക്കേണ്ട, എജ്യൂപോഡ് ലൈവ് തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. പക്ഷേ എജ്യൂപോഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലല്ല നമ്മൾ ലൈവ് തരുന്നത്, പകരം എജ്യൂപോഡ് +1 എന്ന് പറഞ്ഞ ചാനലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം മക്കളെ, നമ്മുടെ ലാംഗ്വേജ് ലൈവ് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് നമ്മൾ മോഡൽ എക്സാമിനൊക്കെ നമ്മൾ ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് തന്ന എവിടെയാണ്? എജ്യൂപോഡ് +1 എന്ന് പറഞ്ഞ ചാനലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മുടെ ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് ഏത് ചാനലാണ്? എജ്യൂപോഡ് +1 എന്ന് പറഞ്ഞ ചാനൽ. ഏത് ചാനലാണ്? എജ്യൂപോഡ് +1 എന്ന് പറഞ്ഞ ചാനലാണ്. ബാക്കി സബ്ജക്റ്റ് ലാംഗ്വേജും ഇംഗ്ലീഷും അല്ലാത്ത ബാക്കി നിങ്ങളുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയ സബ്ജക്റ്റ് ഒക്കെ ഇതിലാണ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഉള്ള ചാനൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ലാംഗ്വേജ്, അതായത് ലാംഗ്വേജ് ലൈവുകളും അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ലൈവും എവിടെയായിരിക്കും? ഈ എജ്യൂപോഡ് +1 എന്ന് പറഞ്ഞ ചാനലായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നാളെ രാവിലെ 9 മണി മുതൽ നമ്മൾ ലാംഗ്വേജിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ രാവിലെ 9 മണിക്ക് മലയാളമായിട്ട് ജയ്സൽ സാറ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 9 മണിക്ക് അറബിയുമായിട്ട് സഹീർ സാറ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 9 മണിക്ക് ഹിന്ദിയുമായിട്ട് ഹരിത മിസ്സും വരുന്നുണ്ട്. തീർന്നിട്ടില്ല, നിങ്ങൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഉറുദു വേണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. ആ ഉറുദു സെറ്റാക്കാനായിട്ട് ഒരു സർപ്രൈസ് ഫാക്കൽറ്റി ഓൾറെഡി നമ്മുടെ ചാനലിലൊക്കെ ഉറുദു റെക്കോർഡ് വീഡിയോ വന്നിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഉറുദുവിൻ്റെ ലൈവുമായിട്ടും 9 മണിക്ക് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രാത്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സംസ്കൃതം ഉണ്ട്. ശ്രദ്ധിക്കണേ, രാത്രി നമ്മൾ എന്ത് ചെയ്യും? മലയാളം, അറബി, സംസ്കൃതം, ഹിന്ദി, ഉറുദു, ഈ 5 വിഷയത്തിൻ്റെ, ശ്രദ്ധിക്കണേ, മലയാളം, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, ഈ 5 വിഷയത്തിൻ്റെയും ലൈവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എജ്യൂപോഡ് +1 എന്ന് പറഞ്ഞ ചാനലിലൂടെ നമ്മൾ തരും. അപ്പോൾ ഈ ലൈവിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റ് സമയത്ത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളമാണെങ്കിൽ മലയാളം, അറബി ആണെങ്കിൽ അറബി, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം, ഉറുദു ആണെങ്കിൽ ഉറുദു, ഏതാണോ അതിന് കറക്റ്റ് സമയത്ത് തന്നെ എത്തുക. കമൻറ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈവിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയാളം തരും, അറബി തരും, സംസ്കൃതം തരും, ഹിന്ദി തരും. ഇത്രയും കാലം നമ്മൾ തരാതിരുന്ന ഉറുദു കൂടി നിങ്ങളുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ, നിങ്ങൾ ഒരുപാട് അഭ്യർത്ഥിച്ച പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറുദു കൂടി നിങ്ങൾക്ക് ലൈവായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാത്തിൻ്റെയും ലൈവ് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലല്ല നമ്മൾ ലാംഗ്വേജിന് ലൈവ് തരിക. ഏത് ചാനലാണ്? എജ്യൂപോഡ് +1 എന്ന് പറയുന്ന ചാനലാണ്. അപ്പോൾ 1-ാം തീയതി നടക്കുന്ന നിങ്ങളുടെ ലാംഗ്വേജ് എക്സാം, അത് അറബി ആയാലും ഉറുദു ആയാലും മലയാളമായാലും സംസ്കൃതമായാലും ഹിന്ദി ആയാലും എല്ലാം വളരെ എളുപ്പമാവട്ടെ, എല്ലാം വളരെ ഉഷാറാവട്ടെ. അപ്പോൾ എജ്യൂപോഡ് +1 നടക്കുന്ന ലാംഗ്വേജിന് ലൈവ് സെറ്റായിട്ട് കാണുക. ഇത് നേരെ തിരിച്ചു വരിക. ബാക്കി സബ്ജക്റ്റിൻ്റെ ലൈവൊക്കെ എവിടെ ഉണ്ടാവുക? എജ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലാണ്. സോ നിങ്ങൾ ലാംഗ്വേജ് എക്സാം സിമ്പിൾ ആവട്ടെ, എല്ലാവർക്കും ലാംഗ്വേജിന് 100-ൽ 100 മാർക്ക് കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എജ്യൂപോഡ് +1ൻ്റെ ലൈവിലേക്ക് വരിക. കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്? ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.